ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. റൈഫിൾ ക്ലബ്ബ് ക്രിസ്മസ് റിലീസായിട്ട് മോളിവുഡിൽ നിന്നും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ആദ്യം വിജയത്തിലേക്ക് കുതിക്കുന്ന സിനിമയും റൈഫിൾ ക്ലബ്ബാണ് എന്ന കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നു. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 9 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കേരളത്തിൽ 5,25,00,000 പിന്നിട്ടിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 70 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 40 ലക്ഷത്തിനടുത്താണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 80 ലക്ഷം 1 കോടി റേഞ്ചിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 6 കോടി രൂപയ്ക്ക് മുകളിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 11-12 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ, റൈഫിൾ ക്ലബ്ബ് എന്ന വിജയത്തിലേക്ക് കുതിക്കുന്ന സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്. ED എന്ന സിനിമ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ മറ്റൊരു നല്ല അഭിപ്രായം ലഭ്യമായ മലയാളം സിനിമയാണല്ലോ. സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തിയ സിനിമയ്ക്ക് പക്ഷേ അതിനൊത്ത ഒരു കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ ഇതേ സമയം 18 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 90 ലക്ഷത്തിലേറെ ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 1 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ പിന്നിടുന്നതാണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് ചിത്രമാണല്ലോ വിടുതലൈ പാർട്ട് 2. വിജയ് സേതുപതി നായകനായി എത്തിയ മഞ്ജു വാര്യർ, സൂര്യ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വെട്രിമാരന്റെ തമിഴ് സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 70 ലക്ഷം പിന്നിടുന്നതാണ്. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്. വിവാദങ്ങൾക്കിടയിലും അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയ്ക്ക് വളരെ മികച്ച ദിവസങ്ങളായിട്ട് ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങൾ മാറിയിരിക്കുകയാണ്. ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്കസ് കളക്ഷന്റെ അടിസ്ഥാനത്തിലുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 1506 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ച കൊണ്ട്, അതായത് ന്യൂ ഇയറിനുള്ളിൽ തന്നെ സിനിമ ട്രാക്കസ് കളക്ഷനിൽ ഒരുപക്ഷെ 1600 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയേക്കും. എന്തായാലും ഇപ്പോഴും വളരെ മികച്ച ഹോൾഡോടെ പുഷ്പ 2 തിയേറ്ററുകളിൽ മുന്നേറുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അറിയാനായിട്ട്.